അസ്സലാമു വെൽക്കം ബാക്ക് ടു വിപീസ് ക്രിയേഷൻ. ഇന്നത്തെ വീഡിയോ നമ്മുടെ മുടികൊഴിച്ചിലിനൊക്കെ ഏറെക്കുറെ പരിഹാരമേകുന്ന നല്ലൊരു കാച്ചിയ എണ്ണയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരേ ഒരു ചേരുവ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എണ്ണ തയ്യാറാക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ സ്ഥിരം ഉപയോഗിക്കാറുള്ള ഒരു എണ്ണയാണ് കേട്ടത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ ഒരു എണ്ണ കാച്ചിയെടുക്കുന്നത്. നമ്മൾ എണ്ണയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എണ്ണ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ എണ്ണ കാച്ചുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരേ ഒരു ചേരുവ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എണ്ണ തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ കറിവേപ്പില വെച്ചിട്ടാണ് ഈ ഒരു എണ്ണ തയ്യാറാക്കുന്നത്. നമ്മളെ വീട്ടിലുള്ള കറിവേപ്പില വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ പച്ച കളറിലുള്ള ഈ ഒരു എണ്ണ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടാലോ? നേരെ വീഡിയോയിലോട്ട് പോവാം. എണ്ണ കാച്ചാൻ ആവശ്യമായിട്ടുള്ള കറിവേപ്പില ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില കൊമ്പോട് കൂടിയിട്ട് ഒടിച്ചിട്ട് നന്നായിട്ട് കഴുകി അതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞ് വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം വൈകുന്നേരമാണ് ഞാൻ വെള്ളം വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഊരിയെടുത്തിട്ടുള്ളതാണ്. നമ്മൾ എണ്ണ തയ്യാറാക്കുന്ന സമയത്ത് ഒരിക്കലും വെള്ളം ഉണ്ടാവരുത്. വെള്ളം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ നമുക്ക് കുറേ കാലം വെച്ചേക്കാനൊന്നും പറ്റില്ല, പെട്ടെന്ന് തന്നെ കേടായി പോകും. ഞങ്ങൾ പറയൽ കാറിപ്പോകുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു സ്മെല്ലൊക്കെ വരും എണ്ണയ്ക്ക്. അതുകൊണ്ട് നമ്മൾ എണ്ണ തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം കളഞ്ഞിട്ട് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ഇനി നമുക്ക് ക്ലീൻ ആയിട്ടുള്ള മിക്സിയുടെ ജാർ എടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലും വെള്ളം ഉണ്ടോ എന്നുള്ളത് കാര്യം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണേ. അതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. പകുതി കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സി അടച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിതാ ഈ ഒരു കറിവേപ്പില ഉണക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പച്ചക്ക് തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അത് ഇത്രയും പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ടെടുക്കുന്ന സമയത്ത് നമുക്കിത് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പണിയായിരിക്കും. അതുകൊണ്ടാണ് ഇതുപോലെ 2 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. നല്ല പൗഡറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ഉണക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അല്ലാതെ പച്ചയ്ക്ക് പൊടിച്ചാൽ തന്നെ ഇതുപോലെ നല്ല പൗഡറായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലത് ചീനച്ചട്ടിയാണേ. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നല്ലെണ്ണ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ രീതിയിൽ തന്നെ നല്ലെണ്ണ വെച്ചിട്ട് നമുക്ക് എണ്ണ കാച്ചിയെടുക്കാവുന്നേ ഉള്ളൂ. എണ്ണ നന്നായിട്ട് തന്നെ തിളച്ച് വരണം കേട്ടോ. നല്ലോണം ചൂടായിട്ട് വരണം. വെളിച്ചെണ്ണ നന്നായിട്ട് തിളക്കാനായിട്ട് വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്കൊരു കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഈ കറിവേപ്പില കണ്ടില്ല നന്നായിട്ട് പൊരിഞ്ഞ് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കറിവേപ്പില ഉണ്ടല്ലോ, കറിവേപ്പിലയുടെ ആ ഒരു പൗഡർ അത് നമുക്കിതിലേക്ക് ഓരോ ടീസ്പൂൺ ഇങ്ങനെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് പുറത്തേക്ക് പോകും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ വേണം നമ്മൾ എണ്ണ കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഈ ഒരു എണ്ണ ഉണ്ടല്ലോ നന്നായിട്ട് മൂത്ത് പോയാൽ നമുക്ക് തലവേദന ഉണ്ടാവും, അതുപോലെ നീരിറക്കം ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും എണ്ണ കാച്ചുമ്പോൾ ഇതുപോലെയാണ് ചെയ്യാറ് കേട്ടോ. കറിവേപ്പില ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് മുരിഞ്ഞ് കിട്ടുമല്ലോ. നമ്മൾ കറിയിലൊക്കെ ചേർക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമല്ലേ നമ്മൾ ചേർക്കാറ്. അപ്പോൾ ഇതാണെങ്കിൽ പൊടിച്ചെടുത്തിട്ടുള്ളതും കൂടെയാണ്. അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലെ മുഴുവനായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. മുഴുവനായിട്ട് ഇട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എണ്ണയൊക്കെ പുറത്തേക്ക് പോകും കേട്ടോ. ആ കാര്യങ്ങൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ അത് നല്ല പച്ച കളറിലുള്ള എണ്ണയാണ് നമുക്ക് കിട്ടുക. ഈ ഒരു കറിവേപ്പിലയുടെ പൗഡറൊക്കെ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കുറച്ചൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മൂപ്പ് ഏറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പൂൺ വെച്ചിട്ട് ഈ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് തണുത്തതിന് ശേഷം നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ വെളിച്ചെണ്ണയുടെ ഈ ഒരു ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ കളറൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ എണ്ണയും വെളിച്ചെണ്ണയൊക്കെ കുപ്പികളിലല്ലേ സൂക്ഷിക്കാറ്. അതേപോലെ കുപ്പികളിൽ നമുക്കിതും സൂക്ഷിക്കാം. ഒരുപാട് കാലം കേടായി പോകുന്നില്ല. അപ്പോൾ നമ്മൾ മുൻപൊരു വീഡിയോ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിൽ ഞാൻ വൈറ്റമിൻ ഇ ടാബ്ലറ്റൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ നമ്മൾ ടാബ്ലറ്റൊന്നും ചേർക്കാതെ നമ്മളെ വീടുകളിലുള്ള ചേരുവ വെച്ചിട്ട് മാത്രം തയ്യാറാക്കിയിട്ടുള്ളൊരു എണ്ണയാണ്.
അപ്പോൾ നമ്മൾ ഈ ഒരു കറിവേപ്പില കണ്ടില്ലേ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല കരികരുപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ എണ്ണ കേട് വരുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഈ ഒരു എണ്ണ ഉപയോഗിക്കാം. കാരണം നമ്മളിതൊരു കെമിക്കലും ചേർത്തിട്ടില്ലല്ലോ. നമ്മളെ വീടുകളിലുള്ള കറിവേപ്പില മാത്രമാണല്ലോ ചേർത്തിട്ടുള്ളത്. മുടി പൊട്ടി പോകുന്നതിനും മുടിയിലുള്ള താരനൊക്കെ പോവാനും അതുപോലെ നല്ലൊരു കട്ട കറുപ്പൊക്കെ മുടിക്ക് ലഭിക്കാനും മുടി നന്നായിട്ട് വളരാനും കൂടി ഈ ഒരു എണ്ണ സഹായിക്കും കേട്ടോ. ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് ചെറിയ കുട്ടികൾ മുതൽ ഞങ്ങളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണ്. അപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള എണ്ണയാണ്. പിന്നെ എന്നോട് ഒരുപാട് ആൾക്കാർ ഈ ഒരു എണ്ണയുടെ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്കൊക്കെ പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല റിസൾട്ട് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഒരു 2 ആഴ്ച തുടർച്ചയായിട്ട് നമ്മൾ ഈ ഒരു എണ്ണ ഉപയോഗിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും കേട്ടോ ഈ എണ്ണയുടെ ഒരു ഫലം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ നല്ല പച്ച കളറിലാണ് ഈ ഒരു എണ്ണ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ഉപയോഗിച്ച് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. നമ്മളിത് കുട്ടികളുടെ തലയിലൊക്കെ നല്ലോണം താരനൊക്കെ ഉള്ള കുട്ടികളുണ്ടാവുമല്ലോ, തലയിലൊക്കെ തേച്ച് കൊടുക്കുന്ന സമയത്ത് എണ്ണ കുറച്ചെടുത്തിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ സമയം 1 മണിക്കൂർ സമയമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പു ഏതാണെന്ന് വെച്ചാൽ ആ ഷാമ്പു തേച്ചിട്ട് കഴുകി കളയാട്ടോ. ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഇതുപോലെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടൊക്കെ തലയിൽ തേക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നല്ലതാണ്. നമ്മുടെ താരന് പെട്ടെന്ന് നീങ്ങാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കൂടിയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.